ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ABC ജ്യൂസാണ്. ഇതൊരു നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിന് ഇത് ഉപയോഗിക്കാറുണ്ട്. മുഖത്തെ ചുളികളൊക്കെ മാറ്റിയിട്ട് യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ല ഉപകാരപ്രദമെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് വിറ്റാമിനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ആപ്പിൾ, ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവ മൂന്നും തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ആദ്യം ഞാൻ ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് ആണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് വെച്ച് മൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാൾക്ക് കഴിക്കാനുള്ള ജ്യൂസ് തയ്യാറാക്കാനുള്ള അളവാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഹെൽത്തി ഡ്രിങ്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അതിൻ്റെ ശരിയായ മധുരം മാത്രമേ എടുക്കുന്നുള്ളൂ. പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒന്നും ചേർക്കാതെ അത് കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, മധുരമൊന്നും ചേർക്കാതെ അത് കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. കുടിക്കുമ്പോൾ കൂടുതൽ രുചി തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുതിർത്ത് വെച്ച ചിയ സീഡ്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ജ്യൂസ് കുടിക്കുന്നത് ആഴ്ചയിൽ 1-2 ദിവസമോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ കഴിക്കുന്നതാണ് നല്ലത്. ബീട്രൂട്ട് എല്ലാ ദിവസവും കഴിച്ചാൽ ചിലർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ മിറാക്കിൾ ജ്യൂസിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.